സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ നമ്മൾക്ക് കർത്താവ് ഒരുമിച്ച് കൂടി വരാനുള്ള ഭാഗ്യം കർത്താവ് നൽകിയില്ലേ? സ്തോത്രം. ആമേൻ. ഒരു വചന ഇപ്രകാരം ഓർത്തു പോകുകയാണ്. ആമേൻ. ദൈവവചനം പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് പാർക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അഗരോൻ്റെ താടി പോലെ, ഹെർമോൻ്റെ മഞ്ഞ് പോലെ അവിടെയല്ലോ ദൈവിക അനുഗ്രഹങ്ങളും സമാധാനവും അധിവസിക്കുന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് പാർക്കുന്നത്. നമ്മൾ ഒത്തൊരുമിച്ച് വരുന്ന സ്ഥലമാണ്. ഇവിടെ ഒത്തൊരുമയാണ്, ഒരു മനസ്സാണ്, ഇരുമനസ്സില്ല, ഐക്യമനസ്സാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഐക്യകണ്ഠേനെ ആമേൻ നമ്മളെ കൊണ്ടുവന്നുവല്ലോ, നന്ദി പറയുകയാണ്. എല്ലാവരെയും ഓർത്ത് ആമേൻ, കൊച്ചു കുഞ്ഞുങ്ങളെയും മുതിർന്നവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പകൽക്കാലത്തിൽ ആമേൻ ആരാധനയ്ക്കായി കടന്നു വന്ന മുഴുവൻ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. അതിനോട് ചേർത്ത് ആമേൻ ആമേൻ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളെ അറിയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നെ നിങ്ങളുടെ മധ്യേ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു. നീതിയോടും ന്യായത്തോടും വിശ്വസ്തനായിരുന്നു. അതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ മഹത്വം പിന്നെ അർപ്പിക്കുകയാണ്. ആമേൻ. നമ്മളെല്ലാവരും എല്ലാ കാലത്തും ഒത്തൊരുമയോടെ മുന്നേറുവാൻ ദൈവാത്മാവോട് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് ഓർത്ത് ഒന്നുകൂടി ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ ഒരു സങ്കീർത്തനം വായിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഏതാ സങ്കീർത്തനമായിരുന്നു? 49 സങ്കീർത്തനമായിരുന്നു നമ്മൾ വായിപ്പാനിടയെത്തിയത്. 49 സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പോഴും നമ്മൾ ആമേൻ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇവിടെ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ച ആ കാലഘട്ടത്തിൽ നോക്കിയാൽ നമുക്കൊരു സഭയ്ക്കകത്ത് 2 ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഒന്ന് സങ്കീർത്തന പ്രബോധനം, 2 ആമേൻ സ്തോത്രം ലാസ്റ്റുള്ള ആമേൻ ദൈവവചന ധ്യാനം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 2 കൂടി ചേർത്ത് ഒന്നിച്ചാണ് പോകുന്നത്. സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത്. സങ്കീർത്തനത്തിൽ തുടങ്ങി പ്രബോധനത്തിലേക്ക് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ 49 സങ്കീർത്തനം ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ വായിപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 20 നമ്മൾ വായിക്കുകയായിരുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്ന് പറയുകയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവമാണ് പറയുന്നത്. നമ്മളിന്ന് പകൽക്കാലത്തിൽ ഇവിടെ കൂടി വന്നത് ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ. ദൈവവചനം ആമേൻ. നമ്മൾ കഴിഞ്ഞ നാൾ ചിന്തിച്ചു, ദൈവവചനം കേൾക്കുന്നവൻ ജീവിക്കും, ദൈവവചനം കേൾക്കുന്നവൻ മരിക്കത്തില്ല. അല്ലെങ്കിൽ ലോകം മരിച്ചു കിടക്കുകയാണ്, ചത്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. ലോകം അത് എന്തെന്ന് ചോദിച്ചാൽ ദൈവവചനം കേൾക്കുന്നില്ല. ദൈവവചനം കേൾക്കാത്ത ഏവനും നശിച്ചു പോകും, ചത്തുപോകും, യാതൊരു വിലയും ഉണ്ടാകത്തില്ല. ആമേൻ. ദൈവം നമ്മളെ ആമയൊക്കെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ദൈവത്തെ അറിയുവാനും ദൈവത്തെ ഗ്രഹിപ്പാനും ദൈവത്തെ അനുസരിക്കുവാനും ആ ദൈവത്തെ ആരാധിക്കുവാനും വേണ്ടിയാകുന്നു. ഹല്ലേലൂയ. നമ്മൾ എത്ര പേർ ദൈവത്തെ ആരാധിക്കുവാനായി കൂടി വന്നിട്ടുണ്ട്? ഒന്ന് സ്തുതിച്ചാട്ട് പറഞ്ഞാട്ടെ. നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനും അവനെ വിശ്വസിച്ച് അവനെ അനുഗമിക്കുവാനാണ് നമ്മൾ കടന്നു വന്നത്. ഹല്ലേലൂയ. നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയപ്പെടുന്നത്, ഞാൻ ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ നാളുകളായി എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ആമേൻ ആഴ്ച തുടങ്ങി ആമേൻ ദൈവാത്മാവ് ഒരുപാട് ആലോചനകളെ ഇങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് നൽകുവാനിടയെത്തുന്നു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ പലവിധമായ വിഷയങ്ങളുടെ നടുവിലൂടെ ഞാൻ യാത്ര ചെയ്ത് പോകുമ്പോൾ ഓരോ വിഷയങ്ങളൊക്കെ ഇങ്ങനെ മാറി 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 ഇങ്ങനെ പോവുകയാണ്. പിന്നത്തേതിൽ കർത്താവ് ഇന്നലെ സംസാരിച്ച് എന്തെന്ന് തന്നെ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. അപ്പോഴപ്പോഴും നമ്മൾ പിടിച്ചു വച്ചിരുന്നില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല, അതങ്ങ് പോകും. സ്തോത്രം. കുറിച്ചെങ്കിലും വയ്ക്കണം എന്താണ് ദൈവാത്മാവ് സംസാരിച്ചതെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ വെളിച്ചത്തിൽ ആമേൻ പല ചിന്തകളും ദൈവാത്മാവിന് തന്നു. ആമേൻ. അതിൻ്റെ വെളിച്ചത്തിൽ പിന്നെയും എല്ലാം മാറിപ്പോയി. സ്തോത്രം. നമുക്ക് ഇന്ന് കിട്ടുന്നത് നാളെ കിട്ടണമെന്നില്ല, ഇന്ന് കേൾക്കുന്നത് നാളെ കേൾക്കണമെന്നില്ല. എല്ലാം മാറിപ്പോകും. മനുഷ്യൻ മാറും, സകലതും മാറും.
മാറാതിരിക്കുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ആയതുകൊണ്ട് നമുക്ക് ദൈവജനത്തിലേക്ക് നമുക്ക് തിരിഞ്ഞ് കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയപ്പെടുന്നത്, ആമേൻ, ഞാൻ ചിന്താവിഷയം എന്ന് പറയുന്നത് മനുഷ്യനും ദൈവവും എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ, ആമേൻ. അതെ ആമേൻ. ആ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ ഓരോരുത്തരും അറിയണം. നമ്മൾ മനുഷ്യരായിരിക്കുന്ന സകലരും, ആമേൻ, ഭൂതലത്തിൽ പാർക്കുന്ന സകല മനുഷ്യരും ദൈവത്തെ തിരിച്ചറിയണം. മനുഷ്യനെ പോലെ തിരിച്ചറിവ് ലോകത്തിൽ മറ്റാർക്കും കൊടുത്തിട്ടില്ല, മറ്റുള്ളൊന്നിനും കൊടുത്തിട്ടില്ല. സഹോദരം, മറ്റൊന്നുള്ള മനുഷ്യന് മാത്രമാണ് തിരിച്ചറിവ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിവേകം കൊടുത്തിരിക്കുന്നത്, ബുദ്ധി കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട്, ഹല്ലേലൂയ, ആമേൻ, മനുഷ്യനെന്ന് പേരിട്ട ദൈവമാണ്. മനുഷ്യനെന്ന വാക്കിന് അർത്ഥമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെന്ന വാക്കിൻ്റെ, ആമേൻ, അർത്ഥം നമ്മൾ ഗ്രഹിച്ച ഒരുപാട് ഉണ്ട്. മനസ്സിലാക്കാൻ കഴിവുള്ളവൻ, മനസ്സലിവുള്ളവൻ, ആമേൻ, മനസ്സറിയുന്നവൻ, മനസ്സുള്ളവൻ, മാനമുള്ളവൻ, ഹല്ലേലൂയ, വിവേകമുള്ളവൻ, നല്ലൊരു മനസ്സിൻ്റെ ഉടമ. അത് ഉപദ്രവത്തിനായിട്ടല്ല, ഉപകാരത്തിനായിട്ടത്രേ. ഹല്ലേലൂയ. സകലത്തെയും തിരിച്ചറിയാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യന് മനസ്സ് നൽകിയിരിക്കുന്നത്. ഭൂതലത്തിൽ തൻ്റെ സൃഷ്ടിയിൽ മറ്റ് മനുഷ്യനൊഴികെ മറ്റ് യാതൊന്നിനും മനസ്സില്ല, നല്ലൊരു മനസ്സില്ല. അവർ അതിൻ്റെതായ മനസ്സുണ്ട്, എങ്കിൽ തന്നെ മനുഷ്യനെ പോലെ മനസ്സില്ല. ആമേൻ. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ രൂപസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ മനസ്സലിവാണ് ഉള്ളത് കേട്ടോ. എല്ലാവരുടെ ജീവിതത്തിലും, മനുഷ്യൻ്റെ ജീവിതത്തിലും മനസ്സലിവുണ്ട്, മനസ്സിലാക്കാൻ കഴിവുണ്ട്. മനസ്സിലാക്കാൻ കഴിയാത്തവൻ, ആമേനെ കുറിച്ച്, ഹല്ലേലൂയ, ആമേൻ, കഴിയാത്തവൻ ആമേൻ, മൃഗപ്രായൻ എന്നാണ് പറയുന്നത്. മനസ്സിലാക്കാൻ നമ്മളെല്ലാം തിരിച്ചറിയണമെന്നാണ് ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ, ഹല്ലേലൂയ, മനസ്സിലാക്കാൻ കഴിവുള്ളവൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നുണ്ടല്ലേ? ലോകത്തിൽ ഒരുപാട് ദേവന്മാരുണ്ട്, 33 കോടി ദേവന്മാരുണ്ട്. അതിൽ നല്ലതേതെന്ന് മനസ്സിലാക്കുന്നവന്, ആമേൻ, നല്ലതായതെന്ന് മനസ്സിലാക്കുന്നതാണ് മനുഷ്യൻ. നല്ല ദേവനേത്, തീയതായ ദേവനേത്, നമ്മളെ നശിപ്പിക്കുന്ന ദേവനേത്, രക്ഷിക്കുന്ന ദേവനേത്, അത് തിരിച്ചറിയുന്നതാണ് മനുഷ്യൻ. നമ്മളെ സഹോദരനെ തിരിച്ചറിയുന്നവൻ മനുഷ്യൻ, അമ്മയെ തിരിച്ചറിയുന്നവൻ, അപ്പനെ തിരിച്ചറിയുന്നവൻ, സമൂഹത്തെ തിരിച്ചറിയുന്നവൻ, തിന്മയെ തിരിച്ചറിയുന്നവൻ, നന്മയെ തിരിച്ചറിയുന്നവനാണ് മനുഷ്യൻ. രാജ്യങ്ങളെ, വംശങ്ങളെ, ഭാഷകളെ തിരിച്ചറിയുന്നവനാണ് മനുഷ്യൻ. ഭൂതലത്തെ ഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. ആമേൻ. നന്മയെയും തിന്മയെയും, രക്ഷയെയും നാശത്തെയും തിരിച്ചറിയുന്നവൻ മനുഷ്യൻ. എല്ലാറ്റിനുപരി ദൈവത്തെ തിരിച്ചറിയുന്നവൻ. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ആ മനുഷ്യന് ദൈവത്തെ, ആമേൻ, ദൈവരൂപ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് എല്ലാ ശ്രേഷ്ഠതയും ദൈവത്തെ ഒരല്പം മാത്രം താഴ്ത്തിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മനുഷ്യൻ വിവേകഹീനനായാൽ, പ്രൈസ് ദി ലോർഡ്, നശിച്ചു പോകുമെന്നാണ് ദൈവം പറയുന്നത്. വിവേകമില്ലാതെ, അപ്പനെ തിരിച്ചറിയാതെ, അമ്മയെ തിരിച്ചറിയാതെ, സഹോദരനെ തിരിച്ചറിയാതെ, നമ്മളെ കുടുംബത്തെ തിരിച്ചറിയാതെ, ദേശത്തെ അറിയാതെ, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാതെ, രാജ്യത്തെ, വംശങ്ങളെ തിരിച്ചറിയാതെ, ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയാതെ നമ്മൾ പോകുകയാണെങ്കിൽ നാശത്തിലേക്ക് പോകുവാനിടയിൽ തീരും. ലോകരാജ്യങ്ങൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ, ആമേൻ, ലോകരാജ്യം മാത്രമല്ല, നമ്മളൊക്കെ നാശത്തിലേക്ക്, നമ്മൾ ശരിയാവണ്ണം തിരിച്ചറിയാതെ, നമ്മൾ എന്തിലേക്ക് ഒരുപാട് തിരിച്ചറിയണം. നമ്മളെ നടത്തുന്നവനെ തിരിച്ചറിയണം, നമ്മൾ ആരെയാണ് അനുഗമിക്കുന്നത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തോന്നിയതുപോലെ ഉള്ളവരോട് കൂടെ പോകാൻ പാടില്ല. നമ്മളൊരു കുടുംബത്തെ, ആമേൻ, നമ്മുടെ മക്കളെ, ആമേൻ, ഒരു കുടുംബത്തിലേക്ക് അയക്കുന്നത്, ആമേൻ, അവർ നന്നായി നടത്താൻ വേണ്ടിയാണ്,
നന്നായി നടത്തുന്നവരെ നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളെ മക്കളെ ഒരു ഭവനത്തിൽ കൊണ്ടാക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. നമ്മളെ ഒരു മക്കളെ കൊണ്ടുവന്ന് നമ്മളെ വിവാഹം ചെയ്ത് മകനെയാകട്ടെ മകളെയാകട്ടെ ഒരു അടുത്തൊരു കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് ബന്ധം ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കാൻ വേണ്ടി, നന്നായി നടക്കാൻ വേണ്ടി, രക്ഷയുടെ പാതയിൽ നടക്കാൻ വേണ്ടി. പക്ഷെ അവർ നന്മയുടെ വഴിയിൽ നടക്കാതെ പോയാൽ എന്തു പറയും? നല്ല വഴിയിൽ നടന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരെ അനുഗ്രഹിച്ചുകൊണ്ടും ഇരിക്കും. പക്ഷെ തിന്മയുടെ വഴിയിൽ അവർ യാത്ര ചെയ്താലോ അത് ശുഭമല്ല, നശിച്ചു പോകുവാനിടയെത്തീരും. അങ്ങനെ സകലതും തിരിച്ചറിയണമെന്ന് ദൈവാത്മാവ് പറയുകയാണ്. മനുഷ്യൻ തിരിച്ചറിവുള്ളവരാണ്, മനസ്സുള്ളവരാണ്, അവൻ തിരിച്ചറിയുന്നവനാണ്. ഇവിടെ നമ്മൾ വായിപ്പാനിടയെ തീർന്നത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. മനുഷ്യന് മാനത്തോട് ആമേൻ ഹല്ലേലൂയ. ശലോമോൻ ഒരിക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും ഒക്കെ ദൈവം നൽകുവാൻ, ഒന്ന് ധനം നൽകി, പിന്നെ മാനം നൽകി, പിന്നെ പുരാതന സമ്പത്ത്. അതൊന്നും പറയാൻ സമയമല്ല ഇപ്പോൾ. പ്രൈസ് ഇവിടെ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ 49 സങ്കീർത്തനത്തിൻ്റെ 20-ാം വചനമാണ്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. ഹല്ലേലൂയ. വിവേകത്തോടുകൂടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടി വെച്ചിരിക്കുന്നത്. മനുഷ്യൻ വിവേകമില്ലാതെ പോയി എന്തായിരിക്കും? മൃഗീയമായിട്ട് പെരുമാറിയാൽ. മൃഗപ്രായന്മാർ ഭൂതലത്തിലുണ്ടോ? ഇല്ലേ? ഉണ്ട്. ലോകപ്രകാരം ജീവിക്കുന്നവർ മൃഗപ്രായന്മാരാണ്, അവർ നശിച്ചു പോകും. നമ്മളോടത്ത് ഒരു ഏതെങ്കിലും സഹോദരി അല്ലെങ്കിൽ മനുഷ്യ ലോകപ്രകാരമുള്ള മനുഷ്യർ വന്നിട്ട് അന്യാധീനമായിട്ട് പെരുമാറുമ്പോൾ, ഇടപെടുമ്പോൾ, ശുഭമല്ലാത്ത നമുക്കൊക്കെ ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കയറി വരുമ്പോൾ, അല്ലയോ മനുഷ്യ, എന്താ നീ കാണിക്കുന്നത്? നിങ്ങൾ എന്താ കാണിക്കുന്നത്? നിങ്ങൾക്ക് നേരെ നടക്കാൻ അറിയാമോ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ മനുഷ്യനാണോ? മനുഷ്യന്റെ ഗുണം നിങ്ങളുടെ ഉണ്ടോ? നന്മയുടെ പ്രവൃത്തി ഉണ്ടോ? തിരിച്ചറിവുണ്ടോ നിങ്ങൾക്ക്? എന്താ നിങ്ങൾ തിരിച്ചറിയുന്നത്? എന്താ തിരിച്ചറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? അന്യായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കത്തില്ലേ, നിങ്ങൾ മനുഷ്യനാണോ എന്ന്? ഹല്ലേലൂയ. മനുഷ്യനെന്ന് പറഞ്ഞാൽ അറിവുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, തിരിച്ചറിവുള്ളവനാണ്, വിവേകമുള്ളവനാണ്, സൽബുദ്ധിയുള്ളവനാണ്, സൂക്ഷ്മബുദ്ധിയുള്ളവനാണ്, പരിജ്ഞാനമുള്ളവനാണ്, വകതിരിവുള്ളവനാണ്. ആമേൻ. ഇതൊക്കെ ഉണ്ടായിരുന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നാടോടുമ്പോൾ നടുകെ ഓടി ആമേൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളോട് പ്രവർത്തിച്ച് അതുപോലെ തിരിച്ചു നമ്മൾ പ്രവർത്തിക്കുന്നാലും നമ്മൾ നശിച്ചു പോകും. അവൻ നശിച്ചു പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കയറി ചെയ്യുന്നത്. ലോക സംഭവങ്ങളിൽ നിന്ന് കിടുങ്ങിപ്പോകും. നമ്മളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഭൂസീമാവാസികൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോഴും. ഹല്ലേലൂയ. യേശുവേ സ്വതന്ത്രം എന്ന പകൽക്കാലത്തിൽ ആമേൻ ആമേൻ ദൈവത്തിൽ ഏൽപ്പിച്ച് തരുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലത്തിൽ 49-ാം സങ്കീർത്തനത്തോട് ദൈവമാവ് ആമേൻ പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന തുല്യന മൃഗത്തിന് തുല്യൻ. മനുഷ്യൻ മൃഗീയമായി പോയാൽ മൃഗത്തിന് എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും മനുഷ്യനെ മനുഷ്യദേഹമേ മൃഗത്തിൻ്റെ സ്ഥാനത്താണോ മനുഷ്യൻ? പറഞ്ഞു പോയാൽ ഒരുപാട് അങ്ങ് പറഞ്ഞു നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ചുരുക്കി അങ്ങ് ആമേൻ ഹല്ലേലൂയ. എന്നാൽ മനുഷ്യനെ ദൈവം ആമേൻ ശാശ്വതമായി ദൈവത്തോടു കൂടെ വച്ചിരിക്കുകയാണ്. എന്നാൽ മൃഗത്തിനെ ദൈവം വച്ചിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ അത് ഒന്നിനൊന്നിന് ഇരയായി തീരാനുള്ളതാണ്. ഒരു മൃഗം ആമേൻ മനുഷ്യൻ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മൃഗങ്ങൾ പരസ്പരം ഉപയോഗിക്കും. ഒരു മൃഗത്തെ മറ്റൊരു മൃഗം വേട്ടയാടി പിടിക്കും, അത് നശിച്ചു പോകും എപ്പോഴായാലും. നാട്ടുപുറത്തുള്ള മൃഗങ്ങളെ നമ്മൾ അറുത്തും നമ്മൾ വളർത്തുന്നതിലേക്ക് അറുത്ത് ഭക്ഷിക്കുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ആദായങ്ങൾ എടുക്കുന്നുണ്ട് നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ ഭക്ഷിക്കും. ഒരു മൃഗവും ഇവിടെ സ്തോത്രം ദൈവസന്നിധിയിൽ, മൃഗങ്ങളെല്ലാം ദൈവത്തിന്റെ വകയാണ്, മനുഷ്യനും ദൈവത്തിന്റെ വകയാണ്, പറവകൾ ദൈവത്തിന്റെ വകയാണ്, എല്ലാം ദൈവത്തിന്റെ, സകലതും ദൈവത്തിന്റെ വക. പക്ഷേ ഇതിനെല്ലാത്തിനും ദൈവം മനുഷ്യന് വേണ്ടി വച്ചിരിക്കുകയാണ്. മൃഗം അതുകൊണ്ട് നശിച്ചു പോകും. ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന മനുഷ്യൻ വിവേകമില്ലാതെ മൃഗീയമായിട്ട് നമ്മൾ ജീവിച്ചാൽ മൃഗസ്വഭാവത്തിൽ മൃഗീയമായി നമ്മൾ, അതുകൊണ്ടാണ് മൃഗസ്വഭാവങ്ങളൊക്കെ വിട്ട് മാനസാന്തരപ്പെടാൻ ക്രിസ്ത്യൻ നിയമം പറയുന്നത്. മാനസാന്തരം ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ ദോഷപ്രവൃത്തികളും നമ്മൾ ചെയ്യും. ദോഷപ്രവൃത്തികളൊക്കെ ചെയ്താൽ നമ്മൾ നശിച്ചു പോകും.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം പറയുന്നത് നമ്മൾ ആമേൻ മാനത്തോട് ദൈവം വച്ചിരിക്കുന്നത് വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യരത്രേ എന്നാകുന്നു പറയുന്നത്. ലോകം നിന്ന് പകൽക്കാലത്തിൽ നോക്കിയാൽ നശിച്ചു കൊണ്ടുപോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉപദ്രവങ്ങൾ ആമേൻ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ ഉപദ്രവങ്ങൾ മറ്റുള്ള മനുഷ്യർക്ക് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകജാതികൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം ആമേൻ ഹല്ലേലൂയ അതിൻ്റെ 15, 16, 17 വായിച്ചാട്ടെ ഒരാളെന്ന്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം ഒരാൾ വായിച്ച. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആമേൻ. അവിടെ പറയപ്പെടുന്നത് ദൈവം മനുഷ്യനോട് പറയുന്നത്, ആദ്യം മനുഷ്യനോട് പറയുന്നത് ആദ്യം സംസാരിച്ചു തുടങ്ങുകയാണ്. എന്നാൽ നീ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ പക്ഷഫലം തിന്നരുത്. നന്മയും തിന്മയും നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തിന്റെ ഫലം നന്മയുടെ തിന്നാം, തിന്മയുടെ തിന്നുകൂടാ. തിന്മയുടെ തിന്നാൽ മരിക്കും, ചാകും, നശിച്ചു പോകും. അതുകൊണ്ട് തിന്മ ചെയ്യരുത്. ഹല്ലേലൂയ. ആമേൻ. 2 കാര്യങ്ങളാണോ പറഞ്ഞത്. ആമേൻ. നന്മയുടെ വൃക്ഷത്തിൻ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ആമേൻ. നന്മ തിന്മ. ഹല്ലേലൂയ. എന്താ മകളെ ഒന്നുകൂടി അത് വായിച്ചാലും അത് യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും സകലതും തിന്നാം, സകലതും തോട്ടത്തിലുള്ളത്. പക്ഷേ നന്മയും അതെല്ലാം നിനക്ക് സകലത് തിന്നാം, പക്ഷെ നന്മയായുള്ളത് തിന്നാവൂ, തിന്മയായുള്ളത് തിന്നൂടാ. ആമേൻ. തോട്ടത്തില് സകല ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ജീവവൃക്ഷത്തിന്റെ ഫലം വരെ നിങ്ങൾക്ക് തിന്നാം, പക്ഷേ തിന്മ ഭവിക്കുന്നത് തിന്നുകൂടാ. അത് ദോഷമായി ഭവിക്കും, നാശത്തിലേക്ക് പോകും, എല്ലാവർക്കും ദോഷമായി തീരും. അതുകൊണ്ട് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. അങ്ങനെ നമ്മൾ ദൈവജനപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ആദിമകാലം മുതൽ ലോകത്തെ തെറ്റിച്ച, മനുഷ്യനെ തെറ്റിച്ച, ദൈവത്തിൻ്റെ സൃഷ്ടിയെ തെറ്റിച്ച സാത്താൻ മനുഷ്യനെ തെറ്റിച്ചത് നിമിത്തം ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിപ്പാൻ ഇടയായി തീർന്ന മനുഷ്യൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കൽപ്പന ലംഘിച്ചു. ആമേൻ. ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്നു. അങ്ങനെ മനുഷ്യൻ പാപിയായി തീർന്നു എന്നാണ്. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ തിരിച്ചറിവ് ഇല്ലാതെ ലോകപ്രകാരമുള്ളത് കേട്ടനുസരിച്ച് അവർ പാപികളായി തീർന്നു നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ് സദൃശവാക്യങ്ങൾ ഹല്ലേലൂയ 1-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വചനം വായിച്ചാലേ. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1:32. സദൃശവാക്യങ്ങൾ 1:32. ബുദ്ധിഹീനരുടെ പിന്മാറ്റം. ആമേൻ. അവിടെ പറയപ്പെടുന്നത് ദൈവത്തിന്റെ മനുഷ്യരോട് ദൈവം പറയുകയാണ്, ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. ആമേൻ. നമുക്ക് ദൈവം മാനുഷികമായിട്ടും ദൈവികമായിട്ടുള്ള എല്ലാ ബുദ്ധിയും തന്നിട്ടുണ്ട്. നന്മ തിന്മകളെ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാം. അറിഞ്ഞൂടെ ദൈവമക്കളെ? നല്ലതേത്, തീയതേത്, നമുക്ക് നന്മയായി തീരുന്നത് ഏത്, നമുക്ക് ദോഷം വരുന്നത് ഏത്? നമ്മൾ അടുത്ത സഹോദരനോട് സംസാരിക്കുന്നത് അവർക്ക് ദോഷം വരുന്നത് ഏത്, ദോഷം വരാത്തത് ഏത്? നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ വിതയ്ക്കാൻ പോകുമ്പോൾ നല്ല വിത്താണ് വിതയ്ക്കുന്നത്. തീയതിനെ വിതയ്ക്കത്തില്ല, കള വിതയ്ക്കത്തില്ല. നമുക്ക് വേണ്ടി നല്ലതാണ് വിതയ്ക്കുന്നത്. പക്ഷെ തീയത് വരുന്നുണ്ടെങ്കിൽ അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഇവിടെ വായിച്ചത് എന്താണ്? ബുദ്ധിഹീനരുടെ പിന്മാറ്റം. ബുദ്ധിയുള്ള മനുഷ്യൻ, വിവേകത്തോടു കൂടെയുള്ള മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ ബുദ്ധിഹീനത. ആമേൻ.
ബുദ്ധിഹീനന്റെ പിന്മാറ്റം, പിന്മാറി ദുഷ്ടന്റെ വഴികളിൽ നടക്കുന്നത്. എന്താ മകളെ വായിച്ചാലും? ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവനെ കൊല്ലുന്നു. കൊല്ലിക്കുന്നു. നമ്മളെയും കൊല്ലിക്കും, നമുക്കുള്ളവരെയും കൊല്ലിക്കും. നമ്മൾ എവിടെയൊക്കെ കടന്നു പോകുന്നു, ആരുമായിട്ട് കിടകലർന്നുവോ അവരെയെല്ലാം കൊല്ലും. ബുദ്ധിഹീനൻ. എന്നാൽ ബുദ്ധിമാൻ സതുപദേശം. അമേൻ. ബുദ്ധിമാൻ. അമേൻ. ഹല്ലേലൂയ. അവന് വിലയേറിയവനാണ് ബുദ്ധിമാൻ. അവൻ്റെ വഴികളിൽ, ബുദ്ധിമാന്റെ വഴികളിൽ അനേകരെ ബുദ്ധിയിലേക്ക് നടത്തും. നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കും. എടാ ഇപ്രകാരം ഒന്നും പോകരുത്. നമ്മൾ ബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയ. 10 കന്യമാരെ നമ്മൾ ലൂക്കോസിൽ വായിക്കുമ്പോൾ 10 കന്യമാരെ കുറിച്ച്, 10 കന്യമാരിൽ 5 പേര് ബുദ്ധി ഉണ്ടായിരുന്നു, 5 പേര് ബുദ്ധിയില്ലായിരുന്നു. ബുദ്ധിയുള്ളവരെ കർത്താവ് ഒന്ന് ചേർത്തു, ബുദ്ധിയില്ലാത്തവർ തള്ളിക്കളഞ്ഞു. അവരെ കരച്ചിലും കണ്ണീരും അവർക്കുണ്ടായി. അതേപോലെ സംഭവിക്കുമെന്നാണ് ദൈവവചനം പറഞ്ഞത്. ബുദ്ധിഹീൻ എവിടെ വായിച്ചത്? ബുദ്ധിഹീനന്റെ പിന്മാറ്റം അവരെ കൊല്ലുന്നു എന്നാണ്, നാശത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. വീണ്ടും ഒരു വചനം വായിച്ചാൽ സദൃശവാക്യങ്ങൾ തുടർന്ന് വായിക്കണം. സദൃശവാക്യങ്ങൾ 9:4 മുതൽ ചില വചനങ്ങൾ, 4, 5, 6 വചനങ്ങൾ. അവിടെ അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാണ്. വായിച്ചാലും അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. അവിടെ ദൈവജനം പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ബുദ്ധി തന്നിട്ടുണ്ട്. നമ്മുടെ കാര്യത്തിൽ ബുദ്ധി ഉണ്ടാവില്ലേ ദൈവമക്കളെ? നമുക്ക് ദോഷം വരുന്ന നമ്മൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുമോ? നമുക്ക് ദോഷം വരുന്ന യാതൊരു കാര്യം ചെയ്യത്തില്ല. ഗുണം വരുന്നതേ ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് വേറെ ഗുണകരമായിട്ടൊന്നും ചെയ്യാൻ ചിലപ്പോഴൊക്കെ പറ്റാതിരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത്, ഇപ്പോൾ വായിച്ചത് ബുദ്ധിഹീനരുടെ അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്. അല്പബുദ്ധിയായി ഇങ്ങോട്ട് വരട്ടെ എന്ന്. ബുദ്ധിയില്ലാതെ പോയാൽ നശിച്ചു പോകും. നന്മകളൊന്നും ലഭിക്കത്തില്ല, വിടുതൽ ലഭിക്കത്തില്ല. ദൈവത്തെ തിരിച്ചറിയുക. ദൈവപ്രവൃത്തികളെ തിരിച്ചറിയുക, എല്ലാം തിരിച്ചറിയുക, നന്മ മാത്രം തിരിച്ചറിയുക. തിന്മയും തിരിച്ചറിയണമെങ്കിൽ മാത്രമേ നന്മ വേർതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ആയതുകൊണ്ട് നന്മയും തിന്മയും ലോകത്തിലുണ്ട്. നന്മ ഏത്, തിന്മ ഏത്? ഇവിടെ ദൈവജനം പറയുന്നത്, ബുദ്ധിഹീനൻ ഇങ്ങോട്ട് വരട്ടെ, ദൈവസന്നിധിയിൽ വരട്ടെ, ദൈവത്തിൽ നിന്ന് കേൾക്കട്ടെ, ബുദ്ധി കേട്ട് പഠിക്കട്ടെ, ബുദ്ധി നല്ല ബുദ്ധി പഠിക്കട്ടെ. തൻ്റെ സഹോദരന്, തൻ്റെ സഹോദരിക്ക്, നമ്മളുടെ ദേശത്തിന്, രാജ്യത്തിന്, വംശങ്ങൾക്ക് നന്മയായി തീരുവാൻ ബുദ്ധി പഠിക്കട്ടെ. ബുദ്ധിഹീനൻ ഇങ്ങോട്ട് വന്ന് ബുദ്ധി പഠിക്കട്ടെ, ദൈവജന പ്രകാരം ബുദ്ധി പഠിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം പറയാണ്. വളരെ വായിച്ചാലും അല്പബുദ്ധിയായവൻ അല്പബുദ്ധിയായ ഇങ്ങോട്ട് വരട്ടെ. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോട് അവൾ പറയുന്നത് വരുവിൻ, എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവിൻ. ബുദ്ധിഹീനരെ. അമ്മയുടെ ദൈവവചന പ്രകാരമാണ് പറയുന്നത്. എൻ്റെ അപ്പം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അപ്പമാണിത്, ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന വീഞ്ഞാണ് ഞാൻ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും ഭക്ഷിപ്പീൻ. ഇത് കഴിച്ചാൽ മാത്രമേ ബുദ്ധി ഉണ്ടാകത്തുള്ളൂ. ഇത് കഴിക്കാതിരുന്ന ബുദ്ധി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ലോകപ്രകാരം നശിച്ചു പോകും. ഇവിടെ നല്ല ബുദ്ധി വരുന്നു. നശിച്ചു പോകാതിരിക്കാൻ മനുഷ്യൻ നമുക്ക് ഈ ലോകത്തിൽ വെച്ച് നഷ്ടം വന്നാലും ലാഭത്തിലേക്ക് നയിക്കുന്ന ഉപദേശങ്ങൾ ഇവിടെയുണ്ട്. ബുദ്ധിഹീനൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കലക്കി വെച്ചിരിക്കുന്ന വീഞ്ഞും അപ്പവും ഭക്ഷിക്കാം. തുടർന്ന് വായിച്ചാലും ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പിൻ. എത്രത്തോളം നാം ബുദ്ധിഹീനത വിട്ട് ജീവിക്കും? എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഗ്രഹിക്കുന്നുണ്ടല്ലോ, ഗ്രഹിച്ചു കൊള്ളണം. ലോകത്തിന്റെ വഴിയാണ്. എപ്പോ ഇതേപോലെ ഹല്ലേലൂയ. ചിലപ്പോ എല്ലായിടത്തും കേട്ടതുമില്ല, ഇതിനേക്കാളും ഇമ്പമായിട്ട് കേട്ടതിരിക്കാം, നമുക്ക് കുറച്ച് ഉണർവ് ഉണ്ടായെന്നിരിക്കാം. ഹല്ലേലൂയ. ഇത് തിരസ്കരിക്കുകയോ ധിക്കരിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ നാശത്തിലേക്ക് പോകാനിടയെത്തിരും. നമ്മൾ ഇതിനെ സംഗ്രഹിക്കണം, അബ്സോർവ് ചെയ്യണം. ഹൃദയത്തിന്റെ പലകമേൽ എഴുതി വെച്ചുകൊള്ളണം. ബുദ്ധിമാൻ സതുപദേശം സമ്പാദിക്കുന്നു. ഹല്ലേലൂയ. എന്താ മകളെ അതിനെ വായിച്ചാലും വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവിൻ.
വിവേകത്തിന്റെ വഴി, ഈ മാർഗം യേശുവിന്റെ മാർഗം, വിവേകത്തിന്റെ മാർഗം, ദൈവത്തിന്റെ മാർഗം. എന്നാൽ ലോകം ഇന്ന് വിവേകത്തിന്റെ മാർഗത്തിലല്ല വാളെടുത്ത് പോരാടുന്ന, അതെനിക്ക് പറയാനുണ്ട്. അതിങ്ങോട്ട് മാറ്റി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ലോകക്കാര്, വംശങ്ങൾ, ഭാഷകൾ, ഗോത്രങ്ങൾ ഇന്ന് വാളെടുത്ത് പോരാടുന്നുണ്ട്. സഹോദരന് വിരോധമായി, സഹോദരങ്ങൾക്ക് വിരോധമായി, മാനവ ജീവിതങ്ങൾക്ക് വിരോധമായി നശിപ്പിക്കുന്ന സംഹാരകൻ പിശാചും മനുഷ്യനുമായിട്ട് ലോകത്തിൽ യുദ്ധം നടത്തുകയാണ്. ഹല്ലേലൂയ. ശബ്ദാരവ. ആമേൻ. ഇവിടെ ദൈവവചനം പറയുന്നത് ബുദ്ധിഹീനൻ ഇങ്ങോട്ട് വരട്ടെ. എന്താ മോളെ അയച്ചത് അവസാനം? ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പിൻ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പിൻ. വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവിൻ. വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവിൻ. ദൈവാത്മാവ് പറയാണ് നമ്മളിപ്പോഴും വിവേകമായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കും. ഞാനിങ്ങനെ ഹല്ലേലൂയ ആമേൻ, ഞാനിങ്ങനെ നടക്കുമ്പോൾ ലോക സംഭവങ്ങൾ നോക്കിയിട്ട് എനിക്ക് വലിയ അരിശമാണ് കേട്ടോ. നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? ഒരു മനുഷ്യൻ, ചില മനുഷ്യരിഞ്ഞൊരു ലോകക്കാര് ആമേൻ കുറച്ച് ആയുധങ്ങളൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തോന്നിയവാസമാണ്. ഇന്ന് വംശങ്ങൾ തോന്നിയവാസമാണ്. അടുത്തവനെ കൊല്ലുക, ഹിന്ദുക്കളെ കൊല്ലുക, ക്രിസ്ത്യാനിയെ കൊല്ലുക, യഹൂദനെ കൊല്ലുക. ഇസ്ലാമിസ്റ്റുകൾ ചിന്തിച്ചു പോകുന്നത്, അവരെ പഠിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാർ അവരുടെ പുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ്. അങ്ങനെ കൊല്ലാൻ വകുപ്പുണ്ടോ ദൈവമക്കളെ? കൊല്ലിക്കോ വകുപ്പില്ല. രാജ്യങ്ങൾ തവിടുപൊടി ആയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരുപാട് നേരമൊന്നും വേണ്ട ഇവിടെയൊക്കെ വരായി. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അതുകൊണ്ട് ബുദ്ധിമാന്മാരെ, ഞാനിങ്ങനെ പലപ്പോഴായി ഇങ്ങനെ നശിച്ചു പോകുന്ന തലമുറകളോട് ആര് സംസാരിക്കുമെന്നാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് പലപ്പോഴായിട്ട്. ആരാ ചോദിക്കുന്നത്? ഏത് ബുദ്ധിമാനാ ചോദിക്കുന്നത്? ഏത് വിവേകിയ, ഏത് സൽബുദ്ധിക്കാരനാ ചോദിക്കുന്നത്? നീ ചെയ്യുന്നത് ഭോഷത്വമാണെന്ന് ഒരടിക്കും അലവിൽ കൊടുക്കണം. സഹോദരം, നശിപ്പിക്കുന്നവൻ ലോകത്തിൽ അത് പിശാചിന്റെ വഴികളിൽ നടക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. സഹോദരനെ കണ്ടുകൂടാ, സഹോദരന്റെ ഉയർച്ച കണ്ടുകൂടാ, സഹോദരനോട് പകയ്ക്കുക, സഹോദരനെ അവന്റെ ഉയർച്ച കണ്ട് അവന് വളരാൻ തടസ്സം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് നാശമാണെന്ന് ലോകത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അവർ കൂട്ടം കൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓ റിബലബ സദരബ. ആമേൻ. മകളെ, പിന്നെ ഒരു വചനം വായിച്ചാലേ, സർശവാക്യങ്ങൾ 10:13 വായിച്ചാലും, വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്. ആമേൻ. ശബാരകസിയ. ആമേൻ. ഹല്ലേലൂയ. ഒരു വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്, സൽബുദ്ധിയുണ്ട്. അവൻ തൻ്റെ ജനത്തെ നേരായ പാതയിൽ നടത്തും. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കാട്ടുപോത്തോ സിംഹമോ ഒന്നും എടുത്തു കളയില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാലും വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്. വിവേകിയുടെ അധരങ്ങളിൽ എന്താ ഉണ്ട്? ജ്ഞാനമുണ്ട്. നമ്മളൊക്കെ ജ്ഞാനിയായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഭോഷന്മാരായിട്ടല്ല. ജ്ഞാനമായവൾ വീട് പണിയുന്നു, ഭോഷത്വമായവളോ വീടിനെ പൊടിച്ചു കളയും. ആമേൻ. ജ്ഞാനമായവൾ ദൈവസഭയെ പണിയും, ദൈവമക്കളെ പണിയും, അവരെ പണിത് ഉയർത്തും. ഭോഷത്വമായവർ തകർത്ത് തരിപ്പണമാക്കി പാതാളത്തിലേക്ക് അയക്കും. ലോകം നാശത്തിന്റെ വക്കില. ഇസ്ലാമിസ്റ്റുകൾ സമന്വയം പാലിക്കണം. ഹല്ലേലൂയ. ജ്ഞാനമായവൾ വീട് പണിയുന്നു, ഭോഷത്വമായവളോ അതിനെ പൊളിച്ചു കളയുന്നു. പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. കസ എന്തുകൊണ്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു? ഇസ്ലാമിസ്റ്റുകളുടെ രാജ്യങ്ങൾ എന്തുകൊണ്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു? ഭോഷത്വമായവൾ. ആമേൻ. ജ്ഞാനത്തിന്റെ മാർഗത്തെ ഗ്രഹിക്കുന്നില്ല. വിവേകത്തിന്റെ മാർഗം, ദൈവത്തിന്റെ മാർഗം ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വഴികളെ ഗ്രഹിക്കുന്നില്ല. ഭോഷന്മാർ. ആമേൻ. എൻ്റെ ഹൃദയത്തിൽ വലിയ യുദ്ധമാണ് കേട്ടാ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇന്നല്ല,
നാളുകളായി, സംവത്സരങ്ങളായി വലിയ യുദ്ധം ആമേൻ ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഓർക്കുമ്പോൾ ആമേൻ ഇസ്ലാമിസ്റ്റുകൾക്ക് ആമേൻ കുറേ പണമുണ്ട്. ആമേൻ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ, പെട്രോളിയ ഉൽപ്പന്നങ്ങൾ വലിച്ച് കുടിച്ച് വിറ്റ് തിന്ന് പൊടിച്ച് ആട്ടിറച്ചി മാട്ടിറച്ചിയൊക്കെ ആർത്തുറക്കി തിന്ന് ആട്ടിനെ കൊല്ലാനും മടിയില്ല, മാട്ടിനെ കൊല്ലാനും മടിയില്ല. വെട്ടി അറുത്ത് തിന്നുക മാംസ ബുക്കുകളാണ് ഒട്ടേറെ. ആമേൻ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിമുകൾ, നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. പക്ഷേ അവർ ഭോഷത്വം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം പറയുന്നത് ഒരു ഭോഷനെ ഒരളിലിട്ട് എത്ര ഇടിച്ചാലും അവൻ്റെ ഭോഷത വിട്ട് മാറത്തില്ല. ഒരു ഭോഷനെ ഇസ്ലാമിസ്റ്റിനെ പഠിപ്പിച്ചു വച്ചേക്കുന്ന അവൻ്റെ വചനപ്രകാരം ഞാൻ ഒന്ന് പറയുന്നത് പാത്രമൊന്ന് പറഞ്ഞാൽ കൂടിപ്പോകും. ഓമേൻ ഒരലിനകത്തിട്ടിട്ട് എത്ര ഇടിച്ചാലും ഭയങ്കര വിശ്വാസികളെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ഭോഷന്മാർ, ഇസ്ലാമിസ്റ്റുകൾ ഭോഷന്മാർ. ആമേൻ. ദൈവത്തിന്റെ മാർഗത്തെ ഇതുവരെ ഗ്രഹിച്ചിട്ടില്ല. ആമേൻ. ദൈവത്തിന്റെ മാർഗത്തെ വിട്ടുകളഞ്ഞതുകൊണ്ട് ദൈവം വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ് ഹസയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു, അതിന്റെ അരമനകളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു, അവിടെ സംസ്കാരങ്ങളെ അയക്കുമെന്ന് പറഞ്ഞു. ഇത് നമ്മളാരെയും കാര്യങ്ങൾ ദൈവം അവിടെ ഇറക്കി ചെയ്തിരിക്കുകയാണ്. ദൈവപ്രവൃത്തി ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഈ അടുത്ത ദിവസങ്ങളിൽ അല്ലെയോ ഒരു ഐക്യരാഷ്ട്ര സമ്മേളനം കൂടി. അവിടെ ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രത്തിലുള്ള ഒരു രാഷ്ട്രത്തലവൻ വന്ന് പറഞ്ഞു, ആമേൻ അവിടെ ഗൾഫ് മേഖലയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഹല്ലേലൂയ ഇസ്രായേലിന് സമാധാനം നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യങ്ങൾക്കൊന്നിനും സമാധാനം ഉണ്ടാകത്തില്ല. ആമേൻ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഓ, സമാധാനം ഉണ്ടാക്കുന്ന നമ്മൾ സമാധാന പ്രിയരായിരിക്കണം. ഒരുപാട് വചനങ്ങളാണ് ഇങ്ങനെ കയറി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ സമാധാന കാംക്ഷി, ഒരല്പ തണ്ണീർ മതി സമാധാന പ്രിയനോട് വസിക്കുന്നവർക്ക്. ഓ ഹല്ലേലൂയ. ആമേൻ. ഇസ്ലാമിസ്റ്റ് രാഷ്ട്രങ്ങളോട് പറഞ്ഞു, ഹല്ലേലൂയ, നമ്മൾ സമാധാനന്മാരെ പ്രിയന്മാരായി തീരട്ടെപ്പാ. നിന്റെ സഭ സമാധാന പ്രിയന്മാരുടെ മക്കളല്ലോ, സമാധാന പ്രിയന്റെ മക്കളല്ലോ നിന്റെ സഭ. യേശുവേ. ഹല്ലേലൂയ. ദൈവത്തിലെ വിശുദ്ധരാണ്. ഹല്ലേലൂയ. ആമേൻ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 12:23 എന്ന് വായിച്ചാലും മകളെ, അവനെ വായിച്ചതാണല്ലേ. വിവേകമുള്ളവൻ മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു എന്ന് വായിച്ചല്ലേ? അത് തന്നെയാണോ വായിച്ചത്? വായിച്ചില്ലേ? 12 സദൃശവാക്യം 12:23. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു. വിവേകമുള്ളവൻ. ആമേൻ. മറ്റുള്ളവനെ ദോഷത്തിൽ പോകുന്നവനെ കാണുമ്പോൾ കരച്ചിലാണ് കേട്ടോ. ഹല്ലേലൂയ. വിവേകമുള്ളവൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, അവന്റെ അധരങ്ങളിൽ പരിജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. വിവേകമുള്ളവൻ ജ്ഞാനിയാകുന്നു, അവൻ പരിജ്ഞാനത്തെ അടക്കി വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിജ്ഞാനമില്ലാതെ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവന് ഒട്ടുമില്ലാത്ത കോപമാണ് കേട്ടോ. ഹല്ലേലൂയ. പോഷത്വം. ഇന്ന് ലോകപ്രകാരം 2 ഉണക്ക തോക്ക് കിട്ടിയാൽ ആരെയും വെടിവെച്ചങ്ങിടാം, അല്ലെങ്കിൽ പിച്ചാത്തി കിട്ടിയ കുത്തി തള്ളിയിടാം, വാള് കിട്ടിയ വെട്ടി തള്ളിയിടാം എന്നുള്ളതാകുന്നു ലോകക്കാരുടെ. ഇസ്ലാമിസ്റ്റുകളൊക്കെ അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മളാരും പരസ്പരം വെട്ടുന്നില്ല. അതുകൊണ്ടല്ലേ ഈ വാള് നമ്മളെയും വെട്ടും, ദൈവത്തിന്റെ വാള് നമ്മളെയും വെട്ടും. ആമേൻ. ആമേൻ. ലോകത്തുള്ള ഹൈന്ദവൻ, ജൈനൻ, ഭാഷി, അങ്ങനെയുള്ള ഒരുപാട് വംശങ്ങളുണ്ട്. അവരൊക്കെ മര്യാദയ്ക്ക് നടക്കുകയാണ്. എല്ലാവരുടെ കയ്യിൽ ലോകപ്രകാരമുള്ള വാളുണ്ട്, തോക്കുണ്ട്, ആയുധങ്ങളുണ്ട്. ഇപ്പൊ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ കുറച്ച് ഉണക്ക തോക്ക് കിട്ടി, ചത്ത തോക്ക്, ആളുകളെ കൊല്ലിക്കുന്ന തോക്ക്, നന്നാക്കുന്നതല്ല, ഭോഷന്റെ തോക്ക്. ഇസ്ലാമിസ്റ്റുകൾ ഭോഷത്വം പ്രവർത്തിക്കുന്നു. എന്നാൽ എല്ലാവരും ഇസ്ലാമിസ്റ്റുകൾ എല്ലാവരും ഭോഷന്മാരല്ല കേട്ടോ. കുറെ ജ്ഞാനികളായ പിള്ളേരെ ഞാൻ കാണുന്നുണ്ട്. ഇസ്ലാമിസ്റ്റുകളെ ഭോഷത്വത്തെ ആമേൻ വിമർശിക്കുന്ന കുറെ ജ്ഞാനിയായ ഇസ്ലാമിസ്റ്റിലെ പയ്യന്മാരുണ്ട്, പിള്ളേര്, പെൺകുട്ടികളുണ്ട്. ആമേൻ. അവരുടെ പേരുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. നല്ല കൊട്ടാണ് ഇപ്പൊ അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അവര് ഈ മതവ്യവസ്ഥിതിക്ക് എതിരെ, ലോകത്തെ നശിപ്പിക്കുന്ന വിവേകമില്ലാത്ത പ്രവൃത്തിക്ക് എതിരെ അവർ ദിനം പ്രതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് ആമേൻ ആമേൻ ഹല്ലേലൂയ. എന്താ? വിവേകമുള്ളവൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു. അടുത്തൊരു വചനം വായിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സദൃശവാക്യങ്ങൾ 14:33. 14:33. പ്രൈസ് ദി ലോർഡ്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു. ജ്ഞാനം അടങ്ങി പാർക്കുന്നു. യെസ്. ആമേൻ. അത് ആരെയും ഉപദ്രവിക്കുന്നില്ല. ആമേൻ. ഭോഷത്വമുള്ള വഴികളിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരും. വഴിതെറ്റിപ്പോയാൽ തിരിച്ചു കൊണ്ടുവരും. ആമേൻ. അക്രമിയോട് സ്നേഹത്തോട് പെരുമാറും. ആമേൻ. ലോകം അക്രമമാർഗം സ്വീകരിക്കുമ്പോൾ ഇന്ന് ദൈവം ആമേൻ ദൈവവചന പ്രകാരം ആമേൻ സുവിശേഷം പറയുമ്പോൾ സുവിശേഷം പറയുന്ന വ്യക്തികൾക്ക് ഒരുപാട് അക്രമമാണ് ലോകത്തിൽ നിന്ന് വരുന്നത്. ഈ സുവിശേഷം ലോകത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറവിൽ പിശാചാണ് പ്രവർത്തിക്കുന്നത്. നേരായ മാർഗത്തിൽ നടക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അവർ പഠിച്ചതിന് ചിലർ പറയണിട്ടില്ലേ, ഞാൻ പിടിച്ചതിന് ആമേൻ 10 കൊമ്പ് പുളിങ്കൊമ്പ്. ഞാൻ പിടിച്ചത് എന്തോ വലിയ പാറയിലാണ് പിടിച്ചിരിക്കുന്നത്. എന്നെ ഇപ്പോൾ നിന്നെ ഒന്ന് പഠിപ്പിക്കണ്ടേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ട്. ഞാനൊരിക്കൽ ഈ മാസ്ക് കൊറോണ വന്ന സമയത്ത് ഞാൻ ഈ മാസ്കിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ ഞാൻ ബിസിനസ്സായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് വന്നു. അങ്ങനെ അനവധി കടകളിൽ ഞാൻ മാസ്ക് ഇങ്ങനെ സപ്ലൈ ചെയ്തു. ഒരുപാട് സ്നേഹിതന്മാർ ഒരു കടക്കാരൊക്കെ എനിക്ക് സ്വന്തമായി ലഭിച്ചു. സ്വന്തമായി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിലൂടെ അങ്ങ് ആകർഷിക്കപ്പെട്ടു. ആമേൻ. അങ്ങനെ ഞാൻ ഈ ഊരിട്ടമ്പലം എന്ന് പറഞ്ഞ പ്രദേശത്തിൽ ആമേൻ ഞാനൊരു കടയിൽ ഇങ്ങനെ മാസ്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ ഒരിക്കലും എടുക്കത്തില്ല കേട്ടോ, എടുക്കത്തില്ല. ഇവിടെ ഉണ്ടെന്ന് പറയും. പ്രൈസലോട് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എന്താ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ഞാൻ ചോദിച്ചു. ഹല്ലേലൂയ. എന്താ ഉള്ളതെന്ന് ചോദിച്ചു ഞാൻ. ആമേൻ. അവരുടെ കയ്യിലുള്ളതിനെ പുറത്തെടുപ്പിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിലുള്ളതിനെ കൂടി അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്തു, അങ്ങോട്ട് അവതരിപ്പിച്ചു. ഹല്ലേലൂയ. അതിന് വേറൊരു തലത്തിലേക്ക് ഞാൻ ആ ബിസിനസ്സിനെ അങ്ങ് മാറ്റി. അപ്പോൾ ആ ഉടമസ്ഥൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആ ഉടമസ്ഥൻ പറയുന്നത്, എന്നെ മറിച്ച് കളഞ്ഞു. ഈ മനുഷ്യൻ വന്ന് എന്നെ മറിച്ച് കളഞ്ഞു, എന്നെ മാറ്റി കളഞ്ഞു. ഇന്നലെ വരെ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഞാൻ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എടുക്കത്തില്ല, ഈ വിൽപ്പന ഞാൻ എടുക്കത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലത്ത് വന്നപ്പോൾ അത് എടുക്കേണ്ടി വന്നു. ഈ മനുഷ്യൻ എന്നെ മാറ്റി കളഞ്ഞു. ഈ മനുഷ്യൻ എന്നെ ഇപ്പോൾ ആമേൻ ആ ഊരട്ടമ്പലത്തിൽ ആ കടയിലൂടെ പിന്നെ ഒരുപാട് മാസ്ക് ഞാൻ വിറ്റ് കേട്ടോ. അവർ വിറ്റ് ഞാൻ ആമേൻ പറഞ്ഞു കൊടുത്ത രീതിക്ക് അവർ പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് ലാഭം അവർക്ക് കിട്ടി. ആമേൻ. ആ കടയിൽ പോയ വലിയ ഒരു മുസ്ലിം പയ്യനാണ്, പേര് മറന്നുപോയി. അതുകൊണ്ട് ഹല്ലേലൂയ. ആമേൻ. അത് പറഞ്ഞൊരു സാരാംശം എന്താണെന്ന് അത് ഓർക്കാതെ പോയി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് വായിച്ച വചനം എന്താണ് വായിച്ചത്? വായിച്ചാലും വേഗത്തിൽ നമുക്ക് വചനങ്ങളെ നമ്മൾ മാത്രമല്ല, നമ്മൾ അനേകർക്ക് കേൾക്കുകയും ചെയ്യേണ്ടത് കൂടിയാകുന്നു. അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. പ്രൈസ് വായിച്ചാലും ആമേൻ. 14:33. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു. എന്താണ് വായിച്ചത് അവിടെ? 14:33. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു. ആമേൻ. മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു. ആമേൻ. ആമേൻ. അടുത്തവന് മൂഢന്മാരുടേത് അടുത്തവനെ ഉപദ്രവിക്കുന്ന പണി എപ്പോഴും പുറത്തു വരും. അടുത്തവന് കൊത്തും, പാമ്പ് ചീറും പോലെ ചാടും. ഹല്ലേലൂയ. മൂഢന്മാരുടെ വശത്തൊന്ന് ചെന്ന് ചാടിക്കളയല്ലേ, കൊത്തും. വിഷപ്പാമ്പുകള് ഒഴിഞ്ഞു വെക്കൊള്ളണം. ഹല്ലേലൂയ. ഒഴിഞ്ഞു പോയില്ലെങ്കിൽ പാമ്പുകൾ കയറി കൊത്തും. വിവേകമില്ലാത്തവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്താ പറഞ്ഞത്? വായിച്ചാലും പുസ്തകം അടങ്ങി പാർക്കുന്നു. വെളിപ്പെടും. അത് പുറത്തിയാടും. ഇങ്ങനെ ചില പ്രസംഗിമാർ മുൻപേ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത് ഒരു കാര്യം ഇതാണ്. ആമേൻ. ആമേൻ എഴഞ്ഞു നടക്കുന്ന പാമ്പുകൾ, ചാരകളൊക്കെ ഞാൻ നടക്കുന്നുണ്ട്. ചേര പാമ്പ്, കൊമ്പ്, പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. അത് ആമേൻ പാമ്പാണോ ചേരയാണോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ പുറത്തൊരു കല്ലെടുത്തിട്ടാൽ മതി. അത് ഹല്ലേലൂയ തിരിച്ചറിയാമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ചേരയെ നമ്മൾ വഴിയിലേക്കൂടെ കാണുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ചേര ഓടിപ്പോവാണ്. ചിലപ്പോൾ ചേരയെ പോലെ ഇരിക്കും പാമ്പും, മൂർഖം പാമ്പ്. ആമേൻ. അത് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ചേരയും
പാമ്പിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു കല്ലെടുത്ത് അതിൻ്റെ പുറത്തെടുത്ത് ഇട്ടു നോക്കിയാൽ അറിയാം. ചാരയാണെങ്കിൽ ഒഴിഞ്ഞു തിരിഞ്ഞ് കളയും. പക്ഷേ മൂർഖൻ പാമ്പാണെങ്കിൽ 10 ഇടത വിരിക്കും. കൊത്താൻ വേണ്ടി കൊത്തുകളയും. ചേരയാണെങ്കിൽ ഒഴിഞ്ഞങ്ങ് പോകാൻ 10 കുറവാണ്. 8 അമേൻ. മൂർഖനാണെങ്കിലോ 10 ഇടത വിരിക്കും. ആമേൻ ആമേൻ. ഭോഷൻ്റെത് ഭോഷത്വം വെളിപ്പെടും. പുറത്ത് കാണും, നമ്മൾ തന്നെ മനസ്സിലാക്കും. അതുകൊണ്ട് ലോകത്തെ നമ്മൾ തിരിച്ചറിയണം, ലോകക്കാരെ തിരിച്ചറിയണം. നമ്മൾ ഓടിപ്പോകുന്നിടം, ആമേൻ, ചെന്ന് പാർക്കാൻ ആഗ്രഹിക്കുന്ന ഇടം, നമ്മളെ സംരക്ഷിക്കാൻ പറയുന്ന ഇടം നമ്മൾ തിരിച്ചറിയണം. ആരാണ് നമ്മൾ നടത്തുന്നത്, ആരെയാണ് നമ്മൾ അനുഗമിക്കുന്നത്, തിരിച്ചറിയണം. അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകും. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നോട് ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വഴിയെ വിട്ട് നമ്മൾ മാറി ജീവിക്കണം, പിന്മാറണം. ദൈവാത്മാവ് പറയുകയാണ്. ആമേൻ. 1-2 വചനങ്ങളിലൂടെ വേഗത്തിൽ വായിച്ചു വരാൻ കൊടുക്കുന്ന ആഗ്രഹിക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 15:24 വായിച്ചാട്ടെ. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. കീഴെയുള്ള പാതാളത്തെ. ആമേൻ. ഒരു ബുദ്ധിമാന്റെ ജീവയാത്ര. ആമേൻ ആമേൻ ആമേൻ. ഇസ്രായേൽ ബുദ്ധിമാനോ ബുദ്ധിഹീനനോ? ഇസ്രായേൽ ബുദ്ധിമാൻ. അവൻ സതുപദേശം സമ്പാദിക്കുന്നു. തനിക്കൊരു ദേശം ഉണ്ടാക്കും. അവനൊരു ദേശം അവന് കൊടുക്കും. ദൈവം ശാശ്വതമായി അനുഗ്രഹിച്ചു കൊടുക്കും. ആമേൻ. ബുദ്ധിമാൻ സതുപദേശ ബുദ്ധിമാന്റെ എന്താ? ബുദ്ധിമാന്റെ ജീവയാത്ര. ഈ ലോകത്തിലും പരലോകത്തിലും മേൽപോട്ട്. കീഴെയുള്ള പാതയോ ഒഴിഞ്ഞു പോകും. ഇവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റീസലോ, കീഴെയുള്ള മേലിലേക്കുള്ള പാത, കീഴിലേക്കുള്ള പാത, 2 പാതയെ കൂടി പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ദൈവമുണ്ട്, ദൈവത്തിന്റെ പാതയുണ്ട്. ആമേൻ. അവിടെ ആമേൻ. ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. നമ്മളും ഇസ്രായേലാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തർ ഇസ്രായേലാണ്. നമ്മൾ ഇസ്രായേലാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കരമൊന്നും ഇല്ലേ നിങ്ങൾക്ക്? കരവും കൈയും ഒക്കെ തന്ന കാലമൊക്കെ തന്ന ദൈവത്തെ മാറ്റപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇസ്രായേലാണെന്ന് പറയാൻ നമുക്ക് മനസ്സില്ലേ? ഉറപ്പില്ലേ നിങ്ങൾ ഇസ്രായേലെന്ന്? ഉറപ്പ് വേണം, ധൈര്യം വേണം. ഈ ബലത്തോടെ പോകാനാണ് പറയുന്നത്. ആമേൻ. നിനക്ക് മുമ്പ് നീ ഇസ്രായേലാണെങ്കിൽ നിന്റെ മുമ്പിൽ ഒന്നും നിൽക്കത്തില്ല. കാട്ടുപോത്തിന്റെ ശക്തിയാണ്, സിംഹത്തിന്റെ ബലമാണ്. ഔടോടെ കളയാന് നിനക്ക് വിരോധമായി നിൽക്കുന്ന ദുഷ്ടന്റെ വ്യാപാരങ്ങളെ തകർക്കുവാനുള്ള ശക്തി, കാട്ടുപോത്തിന്റെ ശക്തി, വിശ്വാസം എന്ന ശക്തി നിന്റെ മേലുണ്ട്. നമ്മളതിൽ വിശ്വസിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ശീകാരബ. ആമേൻ. ഇവിടെ വിവേകിയുടെ മാർഗം എന്താ വായിച്ചത്? വായിക്കണം. വായിച്ചോളൂ. ബുദ്ധിമാന്റെ ആമേൻ. ദൈവം നമുക്ക് എല്ലാവർക്കും ബുദ്ധി, ശക്തി, ജ്ഞാനവും കൃപകളൊക്കെ തന്നിട്ടുണ്ട്. ബുദ്ധിമാന്റെ ജീവയാത്ര മേൽപോട്ടാകും. നമ്മളൊക്കെ ബുദ്ധിമാന്മാര് മേൽപോട്ട്. നമ്മൾ ഇവിടെ കൂടി വന്നത് കീഴോട്ട് പോകാൻ വേണ്ടിയല്ല. ലോകാരെ നമ്മൾ വലിച്ചു താഴെയിടും, കീഴോട്ടാക്കും, പാതാളത്തിന്റെ അടിമത്തത്തിലേക്ക് തള്ളിയിടും, വഴുവഴുപ്പിലേക്ക് തള്ളിയിടും. ബുദ്ധിമാൻ നിൽക്കുന്നത് മേൽപോട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ. നമ്മുടെ സഭയെ മേൽപോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ദേശത്തെ, നമ്മുടെ ജനത്തെ മേൽപോട്ട് കൊണ്ടുപോകണം. നമ്മളെല്ലാരും മേൽപോട്ട് പോകാൻ വേണ്ടിയാണ്. ഒരു ചെടിയായിരുന്നാലും അത് മേൽപോട്ടാണ് വളരുന്നത്. ആമേൻ. സകല ജീവജാലങ്ങൾ മേൽപോട്ടാണ് വളരുന്നത്, യാതൊന്നും താഴോട്ട് വളരുന്നില്ല. എന്നാൽ ഇസ്രായേൽ മക്കളും മേൽപോട്ടാണ്, മേലിലുള്ള ദൈവത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവൻ മേൽപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, മേൽപോട്ട് പണിയുന്നു. എന്നാൽ കീഴ്പോട്ട് പണിയുന്നവരെ കുറിച്ച് കൂടി വിവരിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കീഴുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. എന്നാൽ ഇസ്രായേലിന് വിരോധമായി അവിടെ
ആമേൻ ആമേൻ ഹല്ലേലൂയ. ഹമാസ്, ഇറാൻ, ആമേൻ ആമേൻ ഹല്ലേലൂയ. ഖസയിലുള്ള ഹമാസ്, ഇറാനിലെ ഹെസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഈജിപ്ത്, സിറിയ, ഖത്തർ, തുർക്കി, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയും ഇസ്രായേലിന് കീഴേ വെട്ടാണ്. ഇസ്രായേലിൽ മേലോട്ട് പോകാൻ പെടുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ കീഴോട്ട് പോകാൻ തുരങ്കം വെട്ടുന്നു, എലിവാഴി മാന്തുന്നു. ആമേൻ. ഗസ മുഴുവന് എലിമാളം, തൊരപ്പനെലി, അടി കൂടെ മണ്ണ് തോണ്ടി അടുത്തവനെ തള്ളിയിടാൻ. ആമേൻ. നമ്മളെ വീടിന്റെ അടിയിൽ കൂടെ ഒരു മാളം ഉണ്ടെങ്കിൽ നമ്മളെ വീട് നിലം പരിചായി പോകും കേട്ടോ. ആമേൻ. ഒരു വചനം ഇങ്ങനെ പറയാണ്, അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു. ഇസ്ലാമിസ്റ്റുകൾ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴുന്നു. അത് നമ്മുടെ ആരും കുറ്റമല്ല. അവന്റെ കുഴി, അവന്റെ വേണ്ടാദാനം അവന്റെ തലയിലേക്ക് തിരയുന്നു. നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. ക്രിസ്ത്യാനിയുടെയോ ആമേൻ യഹൂദന്റെയോ ഹൈന്ദവന്റെയോ ഒരു കുഴപ്പം കൊണ്ടല്ല. അവന്റെ കയ്യിൽ അവന്റെ കള്ളപ്രവാചകന്മാർ പഠിപ്പിച്ച കള്ളപ്രവചന പുസ്തകം നിമിത്തമത്രേ. നേരെയുള്ള പാതയിൽ അവൻ നടക്കണം, സൽബുദ്ധി പ്രാപിക്കണം, സൂക്ഷ്മബുദ്ധി പ്രാപിക്കണം. ആമേൻ. നീതിമാൻ, ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ആമേൻ ബുദ്ധിമാൻ മേൽപോട്ട് പണിയുമ്പോൾ എവിടെ കീഴ്പോട്ട് പണിയാണ്. കീഴ്പോട്ട് പണിയാമേൻ. ഹസക്കാര് ആമേ ഹസയില് നമ്മുടെ സ്ഥലം, നമ്മുടെ സഹോദരൻ്റെ സ്ഥലമാണ്. അബ്രഹാമിൻ്റെ പുത്രന്മാരുടെ സ്ഥലമാണ്. ഗാഹറിൻ്റെ പുത്രന്മാരുടെ സ്ഥലമാണ് ഹസ. അവിടെ പാർത്തിരിക്കുകയായിരുന്നു, സമാധാനത്തോടെ പാർത്തിരിക്കുകയായിരുന്നു. ആമേൻ. അവിടെ പാർക്കുമ്പോൾ ആമേൻ ആമേൻ ആ ഹസയുടെ അടിയിൽ കൂടെ തുരങ്കം വെട്ടിയതാരും ഹസക്കാർ കണ്ടില്ല. അവരറിയാതെ എല്ലാവരും അറിഞ്ഞ് കള്ളക്കൂട്ടം. ഹല്ലേലൂയ. അവർ നല്ലേ വണ്ണം അറിഞ്ഞുകൊണ്ടിരുന്നു അടുത്തവന് കുഴിവെട്ടാണെന്ന്. ഭീകരര് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു 5 അടി താഴമുള്ള ഒരു വഴി, ഒരു കുഴിക്കകത്തിറങ്ങാൻ നമുക്ക് പേടിയാണ്. നിങ്ങൾ എത്ര പേര് ഒരു കുഴിക്കകത്തിറങ്ങും ദൈവമക്കളെ? കുഴിക്കകത്തിറങ്ങാൻ തയ്യാറാണോ നിങ്ങളാരും? കുഴിയിലോട്ടിറങ്ങാൻ, താഴോട്ടിറങ്ങാൻ, മേൽപോട്ട് എത്രയാണ് കയറി പോവാം. കുഴിയിലോട്ടിറങ്ങാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടോ? 5 അടി 10 അടി അയ്യോ കുഴി കണ്ടു കഴിഞ്ഞാൽ അപ്പോ അയ്യോ നമ്മളെല്ലാവരും പറയില്ലേ ദൈവമക്കളെ? 5 അടി 10 അടി കുഴികൾ കണ്ടാൽ. ഇവിടെ ഹസ മുഴുവനും ആമേൻ ഭൂമിക്കടിയിൽ കൂടെ കുഴി കുഴിച്ച് എലി മാന്തുന്നതിൽ ഭയാനകമാകുന്ന എന്തിനു വേണ്ടി? സഹോദരനെ പകച്ചിട്ട് ബുദ്ധിഹീനന്റെ വഴി ആമേൻ പിന്മാറ്റം, അവനെ കൊല്ലുന്നു. അവർ ചത്തു വീഴും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഭോഷത്വം. എന്നോട് ദൈവാത്മാവ് പലപ്പോഴും പറയാണ്, ഇവരെയൊക്കെ ആര് പഠിപ്പിക്കും? ആര് പറഞ്ഞു പഠിപ്പിക്കും? ആമേൻ. ഈ ഭോഷത്വത്തെ. പിന്നെ ഈ ദൈവാത്മാവ് പറയുന്നത്, ഇവനെ എത്ര ഇട്ട് ഒലക്കെ ആമേൻ ഒരലിട്ട് ഇടിച്ചാലും ഇവൻ്റെ മർക്കടബുദ്ധി മാറത്തില്ല. അത്രത്തോളം നെയ്കേറി പൊളച്ചിരിക്കുകയാണ്. നെയ്കേറി, ആട്ടിറച്ചിയുടെയും മാട്ടിറച്ചിയുടെയും നെയ്കേറി. പഴയകാലത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, പെരുമ്പാമ്പിന് ഇടയ്ക്കിടയ്ക്ക് നെയ്കേറി എടുത്തു കളയണമെന്ന്. പെരുമ്പാമ്പിന് നെയ്യെടുത്തില്ലെങ്കിൽ പെരുമ്പാമ്പ് തറയെ കിടക്കൂലാന്ന്. ചില പെരുമ്പാമ്പുകൾ ചിലപ്പോഴൊക്കെ ആളുകളുടെ ഇടയിൽ വരുമെന്ന്. അപ്പോൾ ആളുകൾ പിടിച്ച് അതിന് നെയ്യ് കയറി എടുത്തതിന് ശേഷം അത് വിട്ടയക്കുന്നു. പിന്നെ അതങ്ങ് കാട്ടിലേക്ക് പൊയ്ക്കോളുമെന്ന്. ഇതുപോലെ ഇസ്ലാമിസ്റ്റുകളെ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് കയറി എടുക്കണം. അതിനുവേണ്ടി യഹൂദന്മാരെ പുറത്ത് നിന്ന് കയറുന്നു, അവർ ഇടയ്ക്ക് നെയ്യ് എടുത്തു വിടുന്നു. ഇത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പുറത്ത് ഒരുത്തൻ വന്ന് കയറിയാൽ വിടുവോ ദൈവങ്ങളെ? ആമേൻ. ഹല്ലേലൂയ. കുട്ടവസോര, നമ്മളെ പുറത്ത് ഒരാൾ വന്ന് കയറി വിടുവോ? പോരതിട്ടം. ആമേൻ. സിംഹതുല്യമായ ബലം നമ്മുടെ മേലുണ്ട്. ഒരുത്തൻ അതിക്രമിച്ച് നമ്മുടെ ജനത്തിനോ നമുക്ക് വേറെ വന്നാൽ സിംഹതുല്യം കാട്ടുപോത്തിന്റെ ശക്തി എതിർക്കുന്നത് അസാധ്യം. ലോകത്തിന് അസാധ്യം. ലോകം കരുതുന്നത് ദൈവമക്കളെന്ന് നിസ്സാരമെന്നാണ് കരുതുന്നത്. ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവം പോഷത്വമായവനെ പൊളിക്കും, തകർക്കമിടിക്കും. ഞാൻ ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വരാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം. ആമേൻ. അവിടെ ബുദ്ധിഹീനരെ കുറിച്ച് കുറെ ബുദ്ധിഹീനരെ കുറിച്ച് പറയാനുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ അതെടുത്ത് വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിഹീനന് ജാമ്യം നിൽക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. സദൃശവാക്യങ്ങൾ 17-ന്റെ 18 വായിച്ചാൽ മകളെ,
ബുദ്ധിഹീനനായ മനുഷ്യൻ ബുദ്ധിഹീനായ മനുഷ്യൻ കൈയടിച്ച് കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു. കൈയടിച്ച് കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു. സാറാഭാഷഭ. ദൈവമക്കളെ ഒന്ന് ശ്രദ്ധ അവരാമം കൊടുക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ബുദ്ധിഹീനരായ മനുഷ്യനാണ് ആമേൻ തൻ്റെ അടുത്തുള്ള ബുദ്ധിഹീനടുത്ത് കൈയടിച്ച് ജാമ്യം. ഒരാൾ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുകയാണ്. ബുദ്ധിഹീനന് ആമേൻ ആമേൻ തന്നോട് എതിരെ നിൽക്കുന്നവൻ, തൻ്റെ നേരെ നിൽക്കുന്നവൻ ബുദ്ധിമാനോ ഒന്നും അവനെ അറിയത്തില്ല. അവൻ ജാമ്യം നീ ചെന്ന് ചെയ്യടാ, നീ ചെയ്, നമ്മളാളല്ലേ, നീ ചെയ്യ, അങ്ങ് പോയി ചെയ്, നമ്മളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. എന്താ വായിച്ചത്? ബുദ്ധിഹീനൻ മനുഷ്യൻ ബുദ്ധിഹീനനായിട്ടാണോ നിർമ്മിച്ചത്? ബുദ്ധിഹീനനായിട്ടാണോ ദൈവം മനുഷ്യൻ വച്ചിരിക്കുന്നത്? അല്ല, ബുദ്ധിമാനായിട്ടാണ്. എന്നാൽ ബുദ്ധിഹീനനായ മനുഷ്യൻ ആമേൻ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വേഗത്തിൽ കൈയടിച്ച് ആമേൻ സ്തോത്രം. ഞാൻ അതിനും ഇസ്രായേൽ യുദ്ധത്തെ തന്നെ എടുക്കാം. സ്തോത്രം. ഇസ്രായേലിന് വിരോധമായി നിൽക്കുന്ന ഹമാസ് ഭീകരന്മാർ, ആ ഭീകരന്മാർക്ക് ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ചിരിക്കുന്ന ആമേൻ ഇറാൻ, യമൻ, ഈജിപ്റ്റ്, സിറിയ, ഖത്തർ, തുർക്കി, സകല ഇസ്ലാമിക രാഷ്ട്രങ്ങളും കൈയടിച്ച് ജാമ്യം നിൽക്കുകയാണ്. നമ്മൾ ഒരു ഒറ്റക്കെട്ടായിട്ട് ലോകക്കാരെ മുഴുവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളെ ഒഴികെ മറ്റുള്ള സകല വർണ്ണ ഭാഷ ഗോത്ര കുലങ്ങളെയും ഭൂമിയിൽ ഉന്മൂലനാശം വരുത്തും. ഉന്മൂലനാശം വരുത്തുമെന്ന്, നമ്മളെയൊക്കെ ഉന്മൂലനാശം വരുത്തുമെന്ന് കേട്ടോ ദൈവമക്കളെ. നിങ്ങൾ ഉന്മൂലനാശം നിങ്ങൾക്ക് ഭവിക്കുമോ? ഉന്മൂലനാശം നിങ്ങൾക്ക് ഭവിക്കുമോ? അവന്മാർ പറയുന്നത് അവർ കൈയടിച്ച് ജാമ്യം നിൽക്കുകയാണ്, ഭീകരരെ സപ്പോർട്ട് ചെയ്യാണ്, എന്നിട്ട് ഭീകരരെ ആക്രമണം നടത്തിയിട്ട് ഒളിപ്പിക്കുകയാണ് പലയിടങ്ങളിലും. അങ്ങനെ ഒളിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇസ്രായേൽ നമ്മുടെ പിള്ളേര് ചെന്നിട്ട് ബോംബുകളിട്ട് അവന്മാരെയൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോഴും ലോകരാജ്യങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു. ഇസ്രായേൽ കൊച്ചു രാജ്യം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിനും പക. ഒരുപാട് രാജ്യങ്ങൾ എഴുന്നേറ്റിട്ട് 10, 20, 19 രാജ്യക്കാര് ഇസ്രായേലിന് സപ്പോർട്ട് ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പൊ പിന്മാറി പോയിരിക്കുകയാണ്. പക. ബുദ്ധിയുള്ളവൻ, ദൈവത്തോടു കൂടെ നടക്കുന്നവൻ ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടിട്ട് പകച്ചിട്ട് അവനോട് സപ്പോർട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോകുന്ന കാഴ്ച കാണാൻ ഇടയെത്തിയിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഈ അടുത്ത് വന്നിരുന്ന യോഗത്തിൽ ആമേൻ നെഹമ്യാവ് പ്രസംഗിച്ച പ്രസംഗത്തിൽ കേൾക്കാൻ മനസ്സില്ലാതെ ഇറങ്ങിപ്പോയി. ആമേൻ ആരൊക്കെ പോയിക്കൊള്ളട്ടെ, ദൈവമക്കളെ ദൈവം കാത്തുകൊള്ളും. ദൈവമക്കളെ ദൈവം കാത്തുകൊള്ളും. ബുദ്ധിമാന ദൈവം കൂറിക്കൊള്ളും. അവനൊരു ദോഷവും വരത്തില്ല. ദൈവമക്കളെ ദൈവം പരിപാലിക്കും. ആമേൻ. ആമേൻ. ഈ ബലത്തോടെ പോകാം, ആത്മശക്തിയോടുകൂടെ പോകാം. നീ ഒന്ന് ഇസ്രായേൽ ആത്മശക്തിയോടുകൂടെ നീ പുറപ്പെടാൻ തുനിഞ്ഞാലുണ്ടല്ലോ, ഭൂമി കാണാമേ നിനക്കെതിരെ ഒരു ശത്രുവും നിലനിൽക്കത്തില്ല. ഭൂമി വരെ കിടുകിട വിറയ്ക്കും. നീ നടന്നു പോകുമ്പോൾ ഭൂമി വരെ വിറയ്ക്കും. നീ ഒന്ന് ആത്മീയ ഇസ്രായേലായി തീരുമ്പോൾ. ഇന്ന് കാഴ്ചയിൽ നടക്കുകയാണ്, വിശ്വാസത്താലല്ല, കാഴ്ചയിലാണ് ഇസ്രായേൽ നടക്കുന്നത്. കാഴ്ചയിലുള്ള ഇസ്രായേലിന് ഇത്ര ശക്തി ഉണ്ടെങ്കിൽ ആത്മീയ ഇസ്രായേലിന് എത്ര അധികം. ബുദ്ധിമാൻ സതുപദേശം സമ്പാദിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ദൈവമക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, അധൈര്യപ്പെടേണ്ട, ചഞ്ചലപ്പെടേണ്ട. ആമേൻ. അവിടെയുമല്ല ഇവിടെയുമല്ല, ആ മലയിലില്ല അപ്പുറത്തെ മലയിലുമല്ല, അവിടെയുമല്ല ഇവിടെയുമല്ല, ഇസ്രായേലിലുമല്ല ഇവിടെയുമല്ല. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ബുദ്ധിമാനുണ്ട്. അവൻ നിന്നെ ബുദ്ധിയോടുകൂടെ നിർത്തിയിരിക്കുക. വിവേകത്തോടെ, സൽബുദ്ധിയോടെ, ജ്ഞാനസമ്പൂർണ്ണായി. സാത്താനെ കുറിച്ച് സാത്താനെ കുറിച്ച് ഇങ്ങനെ ദൈവജനം പറഞ്ഞിരിക്കുന്നു. സാത്താനെ ജ്ഞാനസമ്പൂർണ്ണൻ എന്നാണ്. ദൈവം കഴിഞ്ഞാൽ ദൈവം സർവജ്ഞാനിയാണ് ദൈവം. അവന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നവരാണ് സാത്താൻ. ആ സാത്താനെ കുറിച്ച് പറയുന്ന ജ്ഞാനസമ്പൂർണ്ണൻ എന്ന് പറയണം. ഭയങ്കരമായ ജ്ഞാനം. അവൻ മനുഷ്യനെ എന്തുമാത്രം തെറ്റിക്കും. അതുകൊണ്ട് ലോകത്തിൽ ഒരുപാട് ജ്ഞാനം പോലെയൊക്കെ തോന്നും. ലോകജ്ഞാനം ദൈവത്തിന് ശത്രുത്വം.
ലോകജ്ഞാനം ലോകത്തിന് ശത്രു, ദൈവജ്ഞാനത്തിൽ വളരുക. പകൽക്കാലത്ത് വിരാമം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ, ഈ പകൽക്കാലത്തിൽ അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അപ്പാ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരാൻ മുഴുവൻ പേരെയും കർത്താവേ, സ്വോത്രം 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 അങ്ങയുടെ കരത്തിൽ താഴ്ത്തുകയാണ്. യേശുവേ, ദൈവത്തിൽ ഏൽപ്പിച്ചു തരാൻ എൻ്റെ മക്കളെ ഞങ്ങൾ ചുരുക്കം പേരാകുന്നു കർത്താവേ. യേശുവേ, ഇന്ന് പകൽക്കാലത്തിൽ അങ്ങയുടെ സഭയെ നോക്കിയിട്ട് കർത്താവ് ചെറിയ ആട്ടിൻ കൂട്ടമേ, നീ ഭയപ്പെടേണ്ട. ഇവിടെ ഉള്ളവർ ഉറച്ചു നിൽക്കണം കേട്ടോ. കർത്താവിൻ്റെ വരവര് ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിലും നീ ജീവകിരീടം പ്രാപിക്കും, ജീവരക്ഷ പ്രാപിക്കും, നിത്യത പ്രാപിക്കും. ഒരു കാവൽക്കാരൻ ഇവിടെ ഉണ്ട്, ഒരു കാവൽക്കാരനുണ്ട്. അവൻ രാപ്പകൽ കാവൽ കാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് രുചിച്ചറിയണം, ഗ്രഹിച്ചറിയണം. അരികിലോ അകലെയോ സന്ധാരകലവസ്യാധാര ശാഖാധിയാധരാധന ശകാന്തിയാധരാജനാധിയാധര ശാധാധാധാധ ആത്മാവിനാൽ എല്ലാവരും നിറയ്ക്കണേ. എൻ്റെ മക്കൾ ശോഭിക്കട്ടെ, സന്തോഷിക്കട്ടെ. തിന്മയുടെ വഴികളെല്ലാം വിട്ട് നന്മയുടെ വഴി നടക്കുവാൻ, ലോകത്തിന്റെ വഴി വിട്ട് ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ പ്രാപ്തി നൽകണമേ അപ്പാ. കഴിവ് നൽകണമേ, ആലോചന നൽകണമേ. തന്റെ മക്കളെ മുദ്രയിട്ട് കൊള്ളണമേ, നന്മയുടെ വഴികളിൽ നടക്കുവാൻ. വിവേകത്തിന്റെ മാർഗത്തിൽ നടക്കുവാൻ, സൽബുദ്ധിയോടുകൂടെ സൂക്ഷ്മബുദ്ധിയോടെ ദൈവപരിജ്ഞാനത്തോടുകൂടെ നടക്കുവാൻ എൻ്റെ മക്കളെ കാവൽ ചെയ്യണം, ഒരുക്കണമേ. അങ്ങ് സംസാരിക്കുന്ന അങ്ങയുടെ മക്കളോട് കൂടെ പാർക്കണമേ. അവർ പാർക്കുന്ന ഇടം, ആമേൻ. അവർ ഈ ആട്ടിൻ കൂട്ടം കിടന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന സ്ഥലം, അവിടെ കർത്താവ് കൂടെ ഉണ്ടാകണമേ. പകൽ മേഘസ്തംഭം കൊണ്ട്, രാത്രി അഗ്നിസ്തംഭം കൊണ്ട് ഇസ്രായേലിനെ നടത്തിയ ദൈവമേ, ചെങ്കടലിലൂടെ നടത്തിയ ദൈവമേ, യോർദാനെ വിഭജിച്ചതിൽ കൂടി നടത്തിയ ദൈവമേ, എരിഹോ എന്ന മൻമതിലിനെ തകർത്ത് മുൻപോട്ട് നടത്തിയ ദൈവം, ഇന്ന് പകൽക്കാലത്തിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. നന്ദി പറയും. മുഴുവൻ പേരെയും ഏൽപ്പിച്ചു തരുന്നു. അടിയൻ ഈ ജനത്തെ നിന്റെ മക്കൾ സമാധാനത്തോടെ അയക്കുന്നു. ആമേൻ. ദൈവഗീതം ഇന്ന് തന്ന് നാളുകളിൽ രുചിച്ചറിഞ്ഞുകൊണ്ട് അവനെ അനുഗമിപ്പാനുള്ള ശക്തി കൊടുക്കണമേ. അടിയനെയും താഴ്ത്തുന്നു. ഞങ്ങളുടെ സഭയിലെ മുഴുവൻ അംഗങ്ങളെയും, കടന്നു വന്നവരെയും കടന്നു വരാൻ കഴിയാതിരിക്കുന്നവരും, ദൂരത്തും ചാരത്തും അരികിലും അകലെയുമായി ഇരിക്കുന്ന മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരുന്നു. പ്രത്യേകാൽ ചിലപ്പോൾ നാളെ പകൽക്കാലത്തിൽ ഈ സന്ദേശം മറ്റു സഹോദരന്മാർ ആമേ സമൂഹ മാധ്യമങ്ങളിലൂടെ, ആമേ യൂട്യൂബിലൂടെ, ആമേ ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അനേകർ ശ്രദ്ധിച്ചിരിക്കാം. എല്ലാവരുടെ ജീവിതത്തിലും ഈ സന്ദേശം ഒരു ഉദ്ധാരണത്തിന് വഴിയായി തീരട്ടെ. എല്ലാവരുടെയും തിന്മയുടെ മാർഗം വിട്ട് നന്മ പ്രാപിച്ചെടുക്കുവാൻ, ആമേ ബുദ്ധിമാന്റെ വഴികളിൽ നടക്കുവാൻ, ആമേൻ ആമേൻ ബുദ്ധിഹീനരുടെ വഴി വിട്ട് അത് വിട്ടുകളഞ്ഞിട്ട്, ആമേൻ ദോഷം വരുന്നതിന് എല്ലാ മാർഗത്തെയും വിട്ടൊഴിഞ്ഞിട്ട് രക്ഷയുടെ മാർഗത്തിൽ നടക്കുവാൻ, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ദൈവ പൈതങ്ങളായി നടക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. മാനുഭകത്ത് പൊഴിച്ചെല്ലാം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എല്ലാവരും എഴുന്നേറ്റ് ഒരു പാട്ടിന്റെ